ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീലക്ഷ്മിനെ കുറിച്ച് പല ചാനലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. എങ്ങനെയാണ് ശ്രീലക്ഷ്മിനെ കാണുന്നത്? ഇതിപ്പോ ആ പെൺകുട്ടീനെ എല്ലാവരും ചേർന്ന് കല്ലെറിയുവാണ് ചെയ്യുന്നത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഇടേണ്ടി വന്നത്? ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച് ഇങ്ങോട്ട് ചോദിക്കാം. ഇപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ട് പോകുമ്പോഴത്തേക്കും അവർ പലപ്പോഴും കേസ് എടുക്കാതിരിക്കുകയും, അത് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. രാത്രി എന്നെ കുറെ ആണുങ്ങൾ ചേർന്ന് ആക്രമിച്ചിട്ട് അപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ കേസ് എടുക്കാൻ പറ്റില്ല, നീ എന്തിനാ അവിടെ പോയിരുന്നേ എന്നൊക്കെയാണ് ചോദിച്ചത്. വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് നീതി കിട്ടുന്നില്ല. അപ്പൊ എന്തായി മാറും? ഈ സൈബർ സ്പേസുകൾ കോടതിയായിട്ട് മാറും. അപ്പൊ ഷിംജിത മാത്രമല്ല ഈ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിത്തം ഉള്ളതെന്ന് പറയും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ അവിടെയാണ് പ്രശ്നം. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള വീഡിയോ നമ്മളിവിടെ കണ്ടയാണല്ലോ. അതിലൂടെ ശ്രീലക്ഷ്മി അടക്കം പറഞ്ഞു വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഞാൻ പറഞ്ഞത് ആ ബ്ലോഗർ 50-50 ചാൻസ് ആണ്. എനിക്ക് ഇവിടെ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഒരു മൂന്നേത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ ദീപക് മോശമായ പെരുമാറിയ ഒരു വീഡിയോ ഒരിക്കൽ പോലും നമുക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് ഊഹിക്കാൻ പാടില്ലേ? ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ദീപകിന്റെ ടച്ച് ബാഡ് ആയിട്ടാണ് തോന്നിയത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആ ഇട്ട വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? അല്ല അത് പിന്നെ ഞാനൊന്നും പറയുന്നത് കോടതിയല്ല വിളിക്കാൻ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വീഡിയോയ്ക്കകത്ത് ഒരു സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല. സംശയമില്ല, മനസ്സിലാക്കണം. നമുക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നിസ്സഹായനാണ്. ഐ ആം ഹെൽപ്ലെസ്. നമ്മുടെ സമൂഹത്തിൽ മെയിൽ പാട്രിയാർക്കിയും ഷോവിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡും ഉണ്ട്. പക്ഷെ നേരെ തിരിച്ചാലും മറുപടി ഫെമിനാസിസം അല്ല. നമ്മൾ ഫെമിനിസ്റ്റും തമാശ പറയുന്ന പോലെ അവിടെയാണ് നമ്മൾ പറയുന്നത്. ഉണ്ടല്ലോ ആ തീവ്ര ഫെമിനിസം. നടപടികളാണ് ഈ സാധനം കാണുന്നത്. ഇത് ഞാൻ അവൾക്ക് കൊടുക്കാൻ വെച്ചതാ. ദീപകിന്റെ മരണം ആ തീവ്ര ഫെമിനിസ്റ്റിന്റെ റിസൾട്ടാണ്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.